എന്റെ പ്രസന്നെ, നിന്റെ ഒരുക്കങ്ങൾ കണ്ടാ തോന്നും ഞങ്ങൾ ഒരു മാസത്തേക്കുള്ള യാത്രയിലാണെന്ന്. എടോ, ഒരു ബ്രഷ്, ഒരു തോർത്തുമുണ്ട്, ഒരു ഷെഡ്, ഇത്രയും മതി. നീ എന്തൊക്കെയാ ഈ കുത്തി നിറയ്ക്കുന്നത്? നിങ്ങൾ തലയിൽ ചുമന്നൊന്നും കൊണ്ടുപോവല്ലോ അല്ലേ? കാറിലല്ലേ? എടാ, പോകുന്നുണ്ടെന്നേ ഉള്ളൂ. നീ ഇല്ലാതെ എനിക്ക് ഒരു രസമില്ല. മറ്റാരുടെയും കൂടെയല്ലല്ലോ, മനോജിന്റെയും രാജുവിന്റെയും കൂടെയല്ലേ? മാമനില്ലാത്ത കഷ്ടായിപ്പോയി. അതെ, മാമന്റെ ഫ്രണ്ട് ഡൽഹിന്ന് വരുന്നുണ്ട്. കോട്ടയ്ക്കൽ ആര് വെച്ചാല് ഒഴിച്ചിലോ പിടിച്ചിലിട്ടാണെന്നാ തോന്നുന്നത്. മാമൻ കൂടെ വേണത്രേ. ആ, അതൊക്കെ പോട്ടെ. നിങ്ങളോടായിട്ടൊരു കാര്യം പറയാ. ഞാനില്ലാത്തതാ കൂടെ. നിങ്ങളുടെ ആ മറ്റേ ശീലം പുറത്തെടുക്കാൻ തോന്നിയാല്. ഏത് ശീലം? കുപ്പി. അയ്യേ, എടാ, അന്ന് ഡോക്ടർ പറഞ്ഞ പിന്നെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല. അതൊക്കെ ശരി തന്നെ. എങ്കിലും ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. എന്റെ പ്രസന്നെ, ഗണേശൻ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. ഇനിയും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്. മോളെ പേര് ഇങ്ങോട്ട് നിൽക്ക്. നീയാണ് നമ്മുടെ മോളാണ് സത്യം. ഞാനിനി എന്റെ കൈകൊണ്ട് മദ്യം തൊടില്ല. ഇത് സത്യം, സത്യം, സത്യം. എന്താ പോരെ? നീയാണ് എന്റെ ലഹരി. കള്ളൻ. അല്ല, ഇവിടെ കിടന്ന് ഉറങ്ങാ? ഗണേശേട്ടനൊക്കെ ഇപ്പൊ എത്തു. നിനക്കെന്താ ഒരു ഉഷാറില്ലാത്ത? ഓ, നീയൊന്നും ഇല്ലാതെ ഒരു സുഖമില്ല. എന്നാലും എന്നും എന്റെ കൂടെ തന്നെയല്ലേ? സാരില്ല, അവരെ കൂടെയല്ലേ. എന്നാലും ഓളമാവില്ലല്ലോ ഉപ്പിലിട്ടത്. ഒരു ദിവസം എന്നെ വിട്ടു നിൽക്കാനാവില്ലല്ലേ? എനിക്ക് അറിയാം. പോണോ? പോണം. പിന്നെ പോകുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് കരുതി കണ്ട പെണ്ണുങ്ങളൊന്നും നോക്കാൻ നിൽക്കരുത്. നിന്റെ മോളെ, ഇത്രയും കാലമായിട്ടും എന്നെ എനിക്ക് മനസ്സിലായില്ലേ? നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ. എന്നാലും ഈ ആണുങ്ങള്, എല്ലാ ആണുങ്ങളും ഒരു വകയാന്നാ എന്റെ ഫ്രണ്ട്സൊക്കെ പറയാറ്. നീയാണ് സത്യം. നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. വേഗം വരണേ. സബി, ആരാ നോക്ക്? ഗണേശേട്ടനോ മനോജേട്ടനോ ആയിരിക്കും. ആ, പ്രസന്നേച്ചിയാ? ഹലോ, രാജു ഇവിടെ ചായ കുടിക്കുക. നമ്മളെ കൂട്ടാത്തന്നെ ഞാൻ പറയായിരുന്നു. നമ്മളെ കൂടെ കൂട്ടയിലെന്താ? പാവാണ്. നമ്മളെ കൂട്ടാതെ എങ്ങോട്ടും പോവാറില്ലല്ലോ. അതുകൊണ്ട് പോയിക്കോട്ടടി. പാവല്ലേ? അതെ അതെ, അതാ ഞാനും ഒന്നും പറയാത്തെ. മോളെ, ഇപ്പത്തെ ആണുങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇവരൊക്കെ എത്ര പാവാ. പിന്നെ ചോദിക്കണ്ടോ? ഗണേശേട്ടനെ കൊല്ലത്തിലൊരിക്കൽ കൂട്ടുകാരെ കിട്ടിയാൽ ഇത്തിരി കഴിക്കും, അതന്നെ. ഇങ്ങനെ പോകുമ്പോ അതുമില്ല. രാജുവേട്ടന് അതിന്റെ വാസനയെ ഇഷ്ടല്ല. അതൊരു കണക്കിന് നന്നായി. അതെ അതെ, മനോജിന് ഒരു ഒഴിവ് കിട്ടിയ കവിതയും ഭജനയും. പിന്നെ പവിത്രയുടെ ചിറകിനടിയിൽ ഒതുങ്ങിക്കോളും. എന്നിട്ടും പവിത്രേച്ചി സംശയിച്ച് മനോജേട്ടൻ ഏതെങ്കിലും ഒരു പെണ്ണ് വിളിച്ചാ മതി, ഉപദ്രവിക്കാൻ തുടങ്ങും. അയ്യോ, മനോജ് ഒരു പാവാ. പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല. ഓക്ക് നല്ല അടി കിട്ടാഞ്ഞിട്ടാ. ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയ 3 പേരും എത്ര നല്ലവരാ. അച്ഛന്റെയും അമ്മേന്റെയും നല്ല മനസ്സും പ്രാർത്ഥനയും. അതുകൊണ്ടാ, ഇല്ലേ കാണായിരുന്നു. തീർച്ചയായിട്ടും. എന്താ പവിത്രേച്ചി വിളിക്കുന്നു? എന്നാ ഞാൻ വെക്കുകയാണേ. ഓ, ആയിക്കോട്ടെ. ആരാ കത്തി വെക്കുന്നത്? അത് പ്രസന്നേച്ചിയായിരുന്നു. രാജു ഇറങ്ങിയോ? ദാ റെഡിയാവാണ്. അവിടുന്ന് പുറപ്പെട്ടോ? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഗണേശേട്ടൻ വരാൻ ഇത്തിരി വൈകി. മനോജേട്ടൻ കൃത്യസമയത്തിന്റെ ആളാണല്ലോ. 3 മണിന്ന് പറഞ്ഞാ 2:45 റെഡി. ആ, എവിടെയാ രാത്രി നിൽക്കുന്നത്? ഗണേശേട്ടൻ റെഡിയാക്കിയതാ. മൂപ്പര് സ്ഥിരം വർക്കിന് പോകുന്ന റിസോർട്ടിലാ. ഗണേശേട്ടൻ മൂപ്പര് വർക്ക് ചെയ്യാത്ത ഏതെങ്കിലും സ്ഥലം ഉണ്ടോ കേരളത്തിൽ? എന്നാ ഞാൻ രാജുവേട്ടൻ നോക്കട്ടെ. ഇങ്ങനെ ഒരു തണുപ്പിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാ നീ ഫോണ് വെച്ചു, ഞാൻ രാത്രി വിളിക്കാം. ഈ ഗണേശേട്ടന്റെ ഒരു ഭീഷ്മ ശബ്ദം കാരണം
എനിക്ക് പണി കിട്ടി. ഗണേശൻ മദ്യം കൈകൊണ്ട് തൊടൂലെന്ന് പറഞ്ഞാൽ തൊടില്ല. വീട്ടിൽ നിന്ന് ഭാര്യമാരോട് എന്തൊക്കെ പറയുന്നു ഗണേശേട്ടാ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ദാ ഗണേശനൊരു വാക്കേ ഉള്ളൂ. ഇപ്പൊ അതെന്റെ കാര്യം നോക്കി ഞാൻ സത്യം ചെയ്ത എന്താന്നോ, മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയില്ല. ഈ ഗണേശേട്ടന്റെ ഒരു കാര്യം. വല്ലാത്തൊരു മനുഷ്യൻ. എന്താ രാജു, എന്തിനാ 3 ഗ്ലാസ്സിൽ ഒഴിക്കുന്നത്? സങ്കല്പം. ഗണേശേട്ടൻ തൊടില്ലെങ്കിലും ഉമ്മക്ക് അങ്ങനെ വേർതിരിക്കാൻ അതാണ്. പറ്റില്ല. Cheers. ഗണേശൻ കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞാൽ തൊടില്ല. ഗുരു നമിച്ചിരിക്കുന്നു, ആ പാദങ്ങളിലൊന്ന് വീഴാൻ അനുവദിച്ചാലും. ഈ ഉള്ളവനെയും പ്രസന്ന ഇന്നോടാ കളി. ഓളെ മൂത്താപ്പയ്ക്ക് കഷായം ഒഴിച്ചുകൊടുത്ത ഇന്നോടാ കളി. ഗുരു 10-25 കൊല്ലായില്ലേ ഞങ്ങളെ കൂടെ കൂടിയിട്ട്. ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ശപഥം ചെയ്തു കൊടുത്തിട്ട്, എന്താ അത്? മറ്റു പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ല. എന്റെ മനോജേട്ടാ, ബാക്കി പറയ്. ഞാൻ എന്റെ സബിതന്റെ അടുത്ത് പ്രയോഗിക്കണ സത്യത്തിൽ നിങ്ങൾ നോക്കാറില്ലേ? പൊട്ടി. മുഖത്തേക്ക് മാത്രമേ നോക്കാൻ പാടില്ലാത്തതുള്ളൂ, വേറെ എവിടെ നോക്കിയാലെന്ത? അങ്ങനെ ഗുരുവിന് പറ്റിയ ശിഷ്യ ഈ രണ്ടും ഞാനെടുത്ത് പ്രയോഗിക്കും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. കണ്ണോണ്ടും മൂക്കൊണ്ടും വാങ്ങിക്കാട്ടി ഇന്നെ ഭരിക്കാൻ വരട്ടെ അവള്. എന്റെ പൊന്നു ഗണേശേട്ടാ, വർഷത്തിൽ ഒരിക്കലും നമ്മളിങ്ങനെ കൂടിയാ പോരാ, മാസത്തിൽ ഒരിക്കലാക്കണം. പോരാ, ആഴ്ചയിലൊരിക്കൽ. അതൊന്നും പോരാ, ഡെയിലി ഡെയിലി വേണം. മാമൻ വിഴഞ്ഞത് നന്നായി. അങ്ങേരുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഗാന്ധിയെ പച്ചക്കറി. അങ്ങേര് കോട്ടയ്ക്കൽ ആരൂർശാലയിൽ പോയി തിരുമ്പട്ടെ. ഓ, ഡൽഹിയിലെ വിശേഷങ്ങളൊക്കെ കേൾക്കുന്ന മുമ്പ് സഹിക്കുക. എന്നാൽ ഇത് നിഷേധിക്കുന്നത് സഹിക്കാൻ പറ്റൂല. മദ്യം വിഷമാണ്, നമ്മളെ കണ്ട് വേണം പിള്ളേര് പഠിക്കേ എന്ന് വേണ്ട. ഒന്ന് കൊല വിളിക്കൂ. എന്നാലോ ആളൊരു പാവ മാമേ. മാമിയുടെ മുന്നിൽ പുഴുവായി നിൽക്കുന്നത് കാണുമ്പോൾ സഹതാപം തോന്നും. ഗണേശേട്ടാ, ഗണേശേട്ടാ, എവിടൊക്കെ തിരക്കി ഞാൻ. ഒരു ചെറിയ ഹെൽപ്പ് വേണം പ്ലീസ്. എന്താണ് മനോഫേ? ഈ നേരത്തും പൂജാമുറിയിലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞു. അങ്ങനെ പറയരുത് ഗണേശേട്ടാ, നോന്ന് പറയരുത്. ഗണേശേട്ടാ, ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ട്, VIP ആണ്. അയാളുടെ മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ല. മുറി മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അന്ധവിശ്വാസിയാണ്. എപ്പം വന്നാലും ആ മുറി തന്നെ വേണം. മാഡം, AC നന്നാക്കാൻ വന്ന ആളാ, ഇപ്പൊ ശരിയാക്കി തരും. ഗണേശേട്ടാ ഒന്ന്. ഞാൻ നോക്കാം. ഹണി, ആരാ അത്? AC നന്നാക്കാൻ ആള് വന്നാണ് ശങ്കു. ഇതാ ഞാൻ വരുന്നു. ഹണി, ഹണി, കള്ളനായരേ, പലനാൾ കള്ളൻ ഒരു നാൾ ഗണേശന്റെ പിടിയിലാവുമെന്ന പഴഞ്ചൊല്ല്. അപ്പൊ ശരിയായി തരാം. അയ്യോ മോനെ, ചതിക്കല്ല നീ. ശങ്കു, ഇതാരാ? ശംഖുമോനെ, വൈദ്യശാലയിൽ ഒഴിച്ചിലൊക്കെ കഴിഞ്ഞോ? ശങ്കു, എന്താണിത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കി തരാം. എവിടെ എവിടെ മാമി,
കമലാച്ചി മാമി എവിടെ എവിടെ? മോനെ ചതിക്കല്ല മോനെ, പ്ലീസ്. ആ മാറ് മാറ്. ഓ സ്കോച്ച് വിസ്കി, നട്സ്, ഗാന്ധിയൻ, സൽസ്വഭാവി, മലയാളി അസോസിയേഷൻ, തേങ്ങാക്കൊല, വാഴപ്പിണ്ടി. മോനെ, എവിടെ? പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ നിന്റെ മാമനല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചങ്കു, എനിക്ക് ദേഷ്യം വരുന്നു. ഷേ, ഒന്ന് മിണ്ടാതിരിക്കടി. മനുഷ്യ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു എന്തിനാ ചൂടാവുന്നത്? അവരൊരു പാവം. എല്ലാം വഴിക്ക് വൃത്തിക്ക് ഈ ഗണേശ ശരിയായി തരും. നോ 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 പ്ലീസ്. മിസ്സിസ് എസ് കെ നായരെയല്ല, എന്റെ കൂടെ വന്ന ഇലക്ട്രീഷ്യനെയാണ്. ആ ഹലോ, ഒന്ന് വേഗം വരണേ. റൂം നമ്പർ 102. മോനെ, ആരോടും പറയരുത്. മാമനൊരു അമിളി പറ്റിയതാ. ഇത്തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കണം. അതെ, ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ നമുക്ക് ആലോചിക്കാം. എന്ത് നീ പറഞ്ഞാലും മാമൻ തരും. പക്ഷെ കമലാശി ഇതറിയരുത്. എട കള്ള മാമാ. ഹായ്, വന്നല്ലോ വനമാല. ഇത് ആരാണെന്ന് നോക്കിയേ. ഗാന്ധിയൻ ശങ്കരൻകുട്ടി നായർ എന്ന കേണൽ എസ് കെ നായർ. ആ വൈദപോയി പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ഹണി. എന്താ മാമ ഞാൻ ഈ കാണുന്നേ? ഏതായാലും സമയം കളയണ്ട. ഹണി ചേച്ചി, ഒരു അരമണിക്കൂർ ഒരു പെഗടിച്ച് ഇവിടെ ഇരിക്കുമ്പോഴേക്കും ഇത് ഞങ്ങളുടെ ഒരേ ഒരു മാമൻ. കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പൊ വിടാം. ഇങ്ങോട്ട് നടക്കുമോ? ഏയ് ഒരു കുഴപ്പമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ ഒരേ ഒരു മാമനല്ലേ. പേടിക്കണ്ട, എല്ലാം കോംപ്ലിമെന്റ് ആക്കി ഇപ്പം തന്നെ വിടാം. മക്കളെ, നിങ്ങൾ ഇത്രയും തങ്കപ്പെട്ടവരാണെന്ന് ഈ മാമൻ അറിഞ്ഞില്ല. ഇനി മാമൻ വരുമ്പോ ഒന്നാന്തരം സ്കോച്ച് വിസ്കി കൊണ്ടുവരും. മാമി ഇത് വല്ലതൊന്നും അറിയുന്നില്ലേ? ശ്ശെ, മാമി അവളൊരു മനുഷ്യനെ പോലെ ജീവിക്കാൻ അനുവദിച്ചില്ല. മാമ, നിങ്ങള് നല്ല മാതൃകാ ദമ്പതികളാണ് ഞങ്ങളല്ല വിചാരിച്ചത്. പാവന്റെ മക്കളെ ഓർത്താൻ, അല്ലെങ്കിൽ ഞാൻ അവളെ ചവിട്ടി പുറത്തോ. ഇത് വെള്ളപ്പുറത്ത് പറയുന്നതാ. പാണിയുടെ മുന്നിലെത്തിയ ഇങ്ങനെ ഇങ്ങനെ കള്ള മറയ്ക്കും. മേജർ മാമ, പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്തണം. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മുന്നിൽ മുട്ട് വിറയ്ക്കുന്ന പിള്ളേരാ ഇപ്പൊ എന്നെ ഭരിക്കുന്നു. ഒക്കെ ഒരു അണി കാരണ. ആ മാമ, ഒരു സത്യം പറയട്ടെ. ഇപ്പോഴാണ് മാമനോട് ഞങ്ങൾക്കുള്ള സ്നേഹം മൂത്ത് ഭക്തിയായി മാറിയത്. അത് മാമൻ ഒരിക്കലും പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. മാമൻ കുറച്ചുകൂടെ കഴിക്ക്, ടെൻഷൻ അങ്ങോട്ട് മാറട്ടെ. നോ നോ നോ, ഇപ്പൊ തന്നെ ഓവറാ. അതെ, അതാ ശരി. അണിക്കാൻ വാക്ക് കൊടുത്തതാ. അരമണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുവിടാമെന്ന്. അതെ, ആ സമയം കഴിഞ്ഞ് മാമനെ ധൈര്യമായിട്ട് അങ്ങോട്ട് കയറ്റ്. ഗണേശൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. ഞാൻ വരാം. വാ. ഗുഡ് നൈറ്റ് മക്കളെ. എവിടെ? നൈറ്റ്. പോട്ടെ 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 പോട്ടെ. പാവം മാമൻ, തങ്കപ്പെട്ട മനുഷ്യനാ. ഹണി, എന്റെ ഹണി. വീഴ്ത്തണ്ട. പോട്ടെ ഇങ്ങോട്ടെ. റൈറ്റ്. മനാഫ്ക, ആ 4 ആൾക്കാർ നല്ല ഫിറ്റാണ്. സ്വിമ്മിംഗ് പൂൾ അങ്ങനെ എടുത്ത് മറിച്ചിടുവോ? നമ്മളെ കസ്റ്റമേഴ്സിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പക്കാരല്ല, ഒരാൾ എന്റെ ഫ്രണ്ടാ. എന്നാലും വെള്ളപ്പുറത്ത് എന്തേലൊക്കെ തോന്നിയാല് ചുമ്മാ അവരെല്ലാവരും സ്വന്തം ഭാര്യമാരെ പറ്റിച്ച് വന്നതാ. അവരടിച്ച് പൊളിക്കട്ടെ. എന്നാലും എടോ, നമ്മൾ എത്ര ശക്തിയിൽ മുറുക്കി കിട്ടുന്നു
അത്രയും ശക്തിയിൽ അത് അയക്കാനുള്ള പ്രവണതയും കൂടി. അവരുടെ കാര്യം ഞാൻ ഏറ്റു. ആ എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ. എന്തെടുക്കുക? പുറപ്പെട്ടോ? ഓ, രാത്രിയാവോ? എന്നാ ശ്രദ്ധിക്കണേ, സൂക്ഷിച്ചു വന്നാ മതി. ശരി. നമ്മളോടാ കളി. നമ്മളെ പറ്റിച്ച് അടിച്ചു വിളിക്കാൻ പോയതല്ലേ, നമ്മളും കാണിച്ചു കൊടുക്കാം. അല്ല പിന്നെ ഇത് ആണുങ്ങൾക്ക് മാത്രമേ ഒരു ഉല്ലാസം. സംസാരിച്ച് സമയം കളയണ്ട. പാവങ്ങൾ എത്തുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തണം. അത്രയും സമയം നമുക്ക് അടിച്ചു വിളിക്കാം. പിന്നല്ല. എന്നാ നാട്ടുമാരൊക്കെ കേറിക്കോളി. നല്ല കുട്ടികളായി ഭർത്താക്കന്മാരെ സ്വീകരിക്കാൻ വീടണേണ്ടേ. കെട്ടിയന്മാർ അടുത്ത ട്രിപ്പിൽ പോകുമ്പോ വീണ്ടും കാണാം. അതുവരേക്കും വിടാ.